പ്രൈസ് ദി ലോർഡ്. 84 സങ്കീർത്തനത്തിന്റെ 11 വാക്യം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. അതേ പ്രിയരെ, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ദൈവത്തിന്റെ വിശ്വസ്തതയും അവന്റെ അനുഗ്രഹങ്ങൾ നീതിമാന്മാർക്കായി എങ്ങനെ ഉറപ്പായിരിക്കുന്നുവെന്നും ആമേൻ പറയുന്നു. ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക്, കർത്താവിന്റെ വഴിയിൽ നടക്കുന്നവർക്ക് ദൈവം വേണ്ടതായിട്ടുള്ള എല്ലാ നന്മകളും നൽകുന്നു. നേരോടെ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയിൽ ജീവിക്കുക, നന്മ ചെയ്യുവാൻ ശ്രമിക്കുക, സത്യം പ്രവർത്തിക്കുക, സത്യത്തിൽ നിലകൊള്ളുക. ലാഭത്തിന്റെയും പ്രശസ്തിയുടെയും പേരിൽ ദൈവവഴികൾ വിട്ടുനിൽക്കാതെ ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസ്തത പുലർത്തുക. ഒരുപക്ഷെ നേരോടെയുള്ള ജീവിതം ചിലപ്പോൾ കഷ്ടമാണ്, പക്ഷേ അതാണ് ദൈവത്തിന് പ്രിയമെന്ന് ആമൻ മനസ്സിലാക്കുക. അതെ, ദൈവം നന്മകൾ മുടക്കുകയില്ല. കാത്തിരിക്കേണ്ടി വന്നാലും വൈകിയാലും അതിൻ്റെ സമയത്ത് സർവശക്തനായ കർത്താവ് നൽകും. ആത്മീക അനുഗ്രഹങ്ങൾ, നമുക്ക് ആവശ്യമായിരിക്കുന്ന ഭൗതിക നന്മകളെല്ലാം സർവശക്തനായ ദൈവം നൽകും. ഇയ്യോബിൻ്റെ ജീവിതം നമുക്ക് ഏറ്റവും ഉദാഹരണമാണ്, ഏറ്റവും മാതൃകയാണ്. നീതിമാനായി ജീവിച്ചു, കഷ്ടപ്പെട്ടു, ദൈവം അനന്തമായ അതേ നന്മകൾ നൽകി. അതേ പ്രിയരെ, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ ധൈര്യവും പ്രതീക്ഷയും നൽകട്ടെ. ദൈവം തന്റെ മക്കളെ ഉപേക്ഷിക്കില്ല. നേരോടെ നടക്കുന്നവർക്ക് ആമേൻ നന്മ ആമേൻ കർത്താവ് തരാതിരിക്കയില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ നിലനിർത്തുന്നു, നമ്മളെ ഉയർത്തുന്നു, നമ്മളെ അനുഗ്രഹിക്കുന്നു. ഇതൊരു വാഗ്ദത്തം മാത്രമല്ല, ജീവിത പരിശോധനയിലൂടെയുള്ള ആഴത്തിലുള്ള സത്യവുമാണ്. അതെ, ദൈവം ആമേൻ വിശ്വസ്തയോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നേരോടെ കർത്താവിൻ്റെ പാത പിൻപറ്റുവാൻ ഈ പ്രഭാതത്തിൽ ഈ വചനത്തെ ഏറ്റെടുത്ത് കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാം. ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും താങ്ങും തണലുമായി നിന്ന് ആമേൻ ഇയ്യോബിൻ്റെ ജീവിതത്തിന് വേണ്ടുന്ന അനന്തമായ നന്മകളെ നൽകി അനുഗ്രഹിച്ച ദൈവം നിശ്ചയമായും നമ്മെ മാനിക്കും. കർത്താവിൽ ആശ്രയിക്കുക. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.